ഹായ് ഓൾ, വെൽക്കം ടു ദി ചാനൽ. അങ്ങനെ 2026 ഫോർമുല 1 സീസൺ സ്റ്റാർട്ട് ചെയ്തു. കഴിഞ്ഞ വെള്ളിയാഴ്ച സ്റ്റാർട്ട് ചെയ്തു. വെള്ളിയാഴ്ച 2 ഫ്രീ പ്രാക്ടീസ് സെഷന്, ഇന്നലെ രാവിലെ ഒരു ഫ്രീ പ്രാക്ടീസ് സെഷന്, പിന്നെ ആഫ്റ്റർനൂണിൽ ഒരു ക്വാളിഫൈങ് സെഷനും ഉണ്ടായിരുന്നു. അപ്പോൾ ക്വാളിഫൈങ് കഴിഞ്ഞപ്പോഴത്തേന് പ്രൊവിഷണൽ പോൾ പൊസിഷനിലുണ്ടായിരുന്നു ജോർജ് റസലാണ്. P2 കിമി ആന്റണി, P3 ഇസക് ഹഡ്ജാർ. അങ്ങനെയായിരുന്നു ഗ്രിഡ് ഓർഡർ വന്നത്. മാത്രമല്ല ചാൾസ് ലെക്ലർക്കും ലൂയിസ് ഹാമിൽട്ടണും ഫസ്റ്റ് 10 പൊസിഷനിൽ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ക്വാളിഫയർ ഒക്കെ കഴിഞ്ഞു. പക്ഷേ ക്വാളിഫയറിലെ ഏറ്റവും വലിയൊരു ഡിസപ്പോയിന്റ്മെന്റ് എന്ന് പറയുന്നത് മാക്സ് വെർസ്റ്റാപ്പനാണ്. DNF ആയി, കാർ ക്രാഷ് ആയിട്ട് ക്വാളിഫയറിൽ നിന്ന് ഔട്ടായി. അതുകൊണ്ട് മാക്സ് വെർസ്റ്റാപ്പൻ ഇന്നത്തെ റേസിൽ സ്റ്റാർട്ട് ചെയ്തത് P20 ആയിരുന്നു. അങ്ങനെ ക്വാളിഫയർ കഴിഞ്ഞു. ക്വാളിഫയറിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില പെർഫോമൻസ് ഉണ്ടായിരുന്നു. എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞാൽ റേസിംഗ് ബുൾസിന്റെ അറുപതിൽ അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. അത് മാത്രമല്ല ഫോർഡിന്റെ ഫോർഡിന്റെ സ്പെക്ക് റെഡ് ബുള്ള് കാറിൽ നല്ലതായിട്ട് ട്യൂൺ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ആ ഒരു റേസിംഗ് ബുൾസിന്റെ കാറിന്റെ ആ ഒരു പേസ് കണ്ടാൽ തന്നെ തോന്നുന്നു. അങ്ങനെ ഇന്നലത്തെ ക്വാളിഫയർ ഒക്കെ കഴിഞ്ഞിട്ട് ഗ്രിഡ് പൊസിഷൻ ഒക്കെ സെറ്റ് ചെയ്ത് ഇന്ന് രാവിലെ 9:30 റേസ് സ്റ്റാർട്ട് ചെയ്തു. നമ്മുടെ ഇന്ത്യൻ ടൈം 9:30 അങ്ങനെ റേസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഫോർമേഷൻ ലാബിൽ നമ്മൾ വിചാരിച്ച പോലെ ഓസ്ട്രേലിയൻ GPയുടെ കേഴ്സ് ആ ഒരു ഫോർമേഷൻ ലാബിൽ തന്നെ കണ്ടു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓസ്കർ പിയാസ്ട്രി ക്രാഷ് ആയി. അപ്പോൾ ഈ വർഷത്തെ പ്രീ സീസൺ ടെസ്റ്റിങ്ങിലും ബഹ്റൈനിലായാലും ബാഴ്സലോണയിലാണെങ്കിലും അതൊരു ഫ്രീ പ്രാക്ടീസിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അത് മാത്രമല്ല ഇന്നലെ ക്വാളിഫയറിലും മാക്സ് വെർസ്റ്റാപ്പൻ ഈ സെയിം ഇഷ്യൂ വന്നിട്ടാണ് ക്രാഷ് ആയത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിയർ ആക്സിൽ ലോക്ക് ആവുന്നു. അപ്പോൾ ഇന്ന് എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓസ്കർ വരുന്ന സ്പീഡിൽ ഒരു കോർണർ എടുത്താണ് വന്നത്. കോർണർ എടുത്തു കഴിഞ്ഞാൽ വീണ്ടും റൈറ്റിലേക്ക് വേറൊരു കോർണറാണ്, അടുത്ത ചിക്കനിലേക്ക് കയറുവാണ്. അവിടത്തേന് റൈറ്റിൽ നിന്ന് വന്ന് വീണ്ടും റൈറ്റിലേക്ക് കോർണർ വരുമ്പോഴത്തേന് ലെഫ്റ്റിലേക്ക് ഒന്ന് പോയിട്ടാണല്ലോ റൈറ്റിലേക്ക് എടുക്കുന്നത്. അങ്ങനെയാണ് ആ ഒരു F1 റേസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അപ്പം അങ്ങനെ ചെയ്യുന്നതിനിടയിൽ ഓസ്കറിന്റെ കാർ നമ്മൾ കണ്ടാൽ തന്നെ മനസ്സിലാവും റിയർ ലോക്കായിട്ട് തന്നെയാണ് അവർ സ്ലിപ്പായി പോയിരുന്നത്. അപ്പം ഈ വർഷത്തെ മിക്ക കാറുകൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പം അത് അവർ പരിഹരിക്കുമെന്നാണ് തോന്നുന്നത്. ഉറപ്പില്ല, ഇനി ടൈം ഉണ്ടല്ലോ, അത് ട്യൂൺ ചെയ്തെടുത്താൽ മതിയായിരിക്കും. അങ്ങനെ ഓസ്കർ ഔട്ടായി. പിന്നെ ഈ ഓസ്ട്രേലിയൻ GPയുടെ ഗൈഡ്സ് കിട്ടിയത് ഐസക് ഹഡ്ജാർ DNF ആയി. അത് കാറിന്റെ എന്തോ ഇഷ്യൂ ആണ്, കാർ ഓവർ ഹീറ്റ് ആവുകയാണ് ചെയ്തു. അത് മാത്രമല്ല കഴിഞ്ഞ വർഷം ഓസ്ട്രേലിയൻ GPയിൽ ഐസക് ഹഡ്ജാർ ക്രാഷ് ആയിരുന്നു. പിന്നെ ഇതേപോലെ DNF ആയി പോയത് കാഡിലാക്കിന്റെ ബോട്ടാസ്. അങ്ങനെ റേസ് സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് കോർണറിൽ തന്നെ 4th പൊസിഷനാണ്. എന്ന് പറഞ്ഞാൽ P4 സ്റ്റാർട്ട് ചെയ്ത ചാൾസ് ലെക്ലർക്ക് P1 വന്നു. എന്ന് പറഞ്ഞാൽ അത്രയും മുമ്പിൽ ഐസക് ഹഡ്ജാർ ഉണ്ട്, പിന്നെ P2 കിമി ആന്റണി ഉണ്ട്. ഇവരെ എല്ലാം ഓവർകം ചെയ്ത്, അതുപോലെ ജോർജ് റസലിനെ ഓവർകം ചെയ്തിട്ടാണ് ഫസ്റ്റ് കോർണറിൽ തന്നെ ചാൾസ് ലെക്ലർക്ക് P1 വന്നു. എന്ന് പറഞ്ഞാൽ അബ്സല്യൂട്ട് ഒന്ന് കണ്ടിരിക്കുകയാണെങ്കിൽ ഒരു രോമാഞ്ചിഫിക്കേഷൻ എഫക്റ്റ് ആണ്. എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഒരു കുറച്ച് ലാബിൽ ജോർജ് റസലും ചാൾസ് ലെക്ലർക്കും കൂടെ പോയിന്റ് എന്ന് പറഞ്ഞാൽ തൊട്ടില്ല എന്ന് പറഞ്ഞുള്ള രീതിയിലായിരുന്നു P1 എടുക്കുക. ജോർജ് P1 വരും, ചാൾസ് ലെക്ലർക്ക് വീണ്ടും P1 വരും. അങ്ങനെ മാറി വന്നുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ ചാൾസ് ലെക്ലർക്കും ജോർജ് റസലും കൂടെ തമ്മിൽ ഈ ഒരു ഫൈറ്റിന്റെ ഇടയിൽ ഒരു റുക്കി ഭയങ്കര എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത പോലെയുള്ള ഒരു പേസിൽ കാറുമായിട്ട് ഇവരെ രണ്ടുപേരും ചേസ് ചെയ്ത് വരുവാണ്. അത് നമ്മുടെ റേസിംഗ് ബുൾസിന്റെ 60 നമ്മുടെ ഇന്ത്യക്കാരനാണ്. അസാധ്യ പേസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, റെഡ് ബുള്ള് റേസിംഗ് ബുൾസും സെയിം എഞ്ചിനാണ് യൂസ് ചെയ്യുന്നത്. അതുമാത്രമല്ല അവർക്ക് ഈ വർഷം തൊട്ട് ഫോർഡാണ് ബാക്കിയുള്ള സ്പെക്കൊക്കെ ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ പവർ യൂണിറ്റിന്റെ ബാക്കി കമ്പോണൻസ് എല്ലാം ഫോർഡാണ് ചെയ്യുന്നത്. അതുപോലെ ഫോർഡുമായിട്ട് പെർഫെക്റ്റ്ലി സിങ്ക് ആയിട്ടുള്ള ഒരു കാർ വരും. നല്ല പീസ് ഉണ്ടായിരുന്നു. അങ്ങനെ ലാബ് പണിയിൽ തന്നെ ഒരു സർട്ടൻ കോർണർ എത്തിയപ്പോഴത്തേന് ഐസക് ഹഡ്ജാറും ഈ 60 കൂടെ ഫൈറ്റിംഗ് ആണ്. എന്ന് പറഞ്ഞാൽ ആ ഒരു പൊസിഷൻ എങ്ങനെയാണ്, ഇവർ രണ്ടുപേരും ഒപ്പത്തിനൊപ്പമാണ് നിൽക്കുന്നത്. പക്ഷെ ഇവർ രണ്ടുപേരും ഇടയിൽ കൂടെ ഒരു വെറ്ററൻ ഡ്രൈവർ നമ്മുടെ ലൂയിസ് ഹാമിൽട്ടൺ, ഇവർ രണ്ടുപേരും എന്ന് പറഞ്ഞാൽ ഐസക് ഹഡ്ജറും 60 കൂടെ കോർണറിന്റെ ഏറ്റവും ഇൻസൈഡ് കൂടെ ഫൈറ്റ് ചെയ്ത് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഔട്ട് സൈഡ് കൂടെ ലൂയിസ് ഹാമിൽട്ടൺ നൈസായിട്ട് കയറി. ഇനി വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വർഷം തൊട്ട് പുതിയ റെഗുലേഷൻ വന്ന് നമുക്കറിയാം 50-50 ആണ് പവർ ഡെലിവറി വരുന്നത്. 50% ബാറ്ററിന്നും 50% IC എഞ്ചിനിൽ നിന്നുമാണ് വരുന്നത്. അപ്പം ഈ ഒരു കാര്യം വന്നപ്പോഴത്തേന് എല്ലാവർക്കും ഉള്ളായിരുന്ന ഒരു ചിന്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പഴയ പോലെ കാറിന് ആ ഒരു പേസ് ഉണ്ടായിരിക്കും എന്നുള്ളത്, ഓവർടേക്ക് ചെയ്യാനുള്ളൊരു പേസ് അതൊക്കെ ഉണ്ടായിരിക്കുമെന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഫസ്റ്റ് ലാപ്പിലെ ആ ഒരു പുതുപ്പ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാറ് നല്ല പവർഫുൾ ആണ്. അങ്ങനെ ലാബ് ഒന്ന് കഴിഞ്ഞു. ലാബ് 2 എത്തിയപ്പോഴത്തേക്കും ലാബ് 2ന്റെ തുടക്കത്തൊട്ടൊരു സർട്ടൻ സ്റ്റേജ് വരെ ചാൾസ് ലെക്ലർക്ക് തന്നെയായിരുന്നു P1 ഉണ്ടായിരുന്നത്. അപ്പോഴും ജോർജ് റസൽ ഒരു 2 സെക്കൻഡ് ഗ്യാപ്പിൽ തന്നെ ഇങ്ങനെ ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നല്ലൊരു അവസരം കിട്ടിയപ്പം ജോർജ് റസൽ ചാൾസിനെ ഓവർടേക്ക് ചെയ്തു, വീണ്ടും P1 തന്നെ വന്നു. അത് കഴിഞ്ഞ് ലാബ് 3 ആയപ്പോഴത്തേന് വീണ്ടും ജോർജ് റസലിനെ ഓവർടേക്ക് ചെയ്ത് ചാൾസ് ലെക്ലർക്ക് വീണ്ടും P1 വന്നു. അത് കഴിഞ്ഞ് ലാബ് 8 ആയപ്പോൾ വീണ്ടും ജോർജ് റസൽ ചാൾസ് ലെക്ലർക്കിനെ ഓവർടേക്ക് ചെയ്തു, P1 വന്നു. അപ്പോൾ ഇത് കണ്ടപ്പോഴാണ്
മെഴ്സിഡസ് ബിൽഡ് ചെയ്ത റോക്കറ്റ് ഷിപ്പിന്റെ പവർ മനസ്സിലാവില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചാൾസ് ലെക്ലർക്കും ജോർജ് റസലും എപ്പോൾ ഒരുമിച്ച് വരുന്നു അപ്പം നമുക്ക് മനസ്സിലാവും മെഴ്സിഡസിന്റെ കാറിന്റെ ഒരു എക്സ്ട്രാ പവർ ഡെലിവറി എത്രയാണെന്ന് നമുക്ക് മനസ്സിലാവും. ഈ വർഷം തൊട്ട് നമുക്ക് അറിയാലേ ആ ഒരു എക്സ്ട്രാ ബൂസ്റ്റ് DRSന് പകരം എക്സ്ട്രാ ബാറ്ററിയുടെ ബൂസ്റ്റ് ആണ് വരുന്നത്. ആ ഒരു മെഴ്സിഡസിന്റെ എഞ്ചിൻ പക്കയായിട്ട് അടിപൊളിയായിട്ട് ട്യൂൺ ചെയ്തിട്ടുണ്ട്. പറഞ്ഞാൽ ചാൾസ് തൊട്ട് എപ്പോഴൊക്കെ ജോർജ് അടുത്ത് വരുന്നു അപ്പോഴും തന്നെ ജോർജിന്റെ ഒരു പേസ് സ്ട്രേറ്റ് സ്ലോ കിട്ടി കഴിഞ്ഞാൽ നല്ല പേസാണുള്ളത്. പക്ഷെ അപ്പോഴും ചാൾസ് ലെക്ലർക്ക് വിട്ടുകൊടുത്തില്ല. അടുത്ത 1-2 ടേൺസിനുള്ളിൽ തന്നെ വീണ്ടും ചാൾസ് ലെക്ലർക്ക് P1 പിടിച്ചെടുത്തു. പിന്നെ ലാപ്പ് 9 ആയപ്പോഴത്തേന് പീക്ക് റേസിംഗ് ആണ്. P1 ചാൾസ് ലെക്ലർക്ക്, P2 ജോർജ് റസൽ, P3 ലൂയിസ് ഹാമിൽട്ടൺ. 2 ഫെറാറിയും കൂടെ മെഴ്സിഡസിനായിട്ട് അതിന്റെ നടുക്ക് കിടക്കുവാണ് മെഴ്സിഡസ്. അത് കഴിഞ്ഞ് ഈ P9 അതായത് ലാപ്പ് 9 ആയപ്പോഴത്തേന് ജോർജ് റസൽ ചാൾസിനെ ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി നല്ല സ്ട്രേറ്റ്സിൽ കിട്ടി, നല്ല സ്പീഡിൽ വന്നു. അത് കഴിഞ്ഞപ്പോഴത്തേന് ബ്രേക്ക് ചെയ്തപ്പോഴത്തേന് വീണ്ടും ലോക്കായി. ആ ഒരു ഇഷ്യൂ വീണ്ടും വരുന്നുണ്ട്. ലോക്ക് ആയതുകൊണ്ട് ഓവർടേക്ക് ചെയ്യാൻ പറ്റിയില്ല. വീണ്ടും ചാൾസ് ലെക്ലർക്ക് തന്നെ P1 തന്നെ പോവാണ്. പക്ഷെ ലാപ്പ് 11 ആയപ്പോഴത്തേന് നമ്മുടെ പയ്യൻ ഐസക് ഹഡ്ജാറിന്റെ കാറ് എന്തോ ടെക്നിക്കൽ ഇഷ്യൂ വന്നു. കാറ് ഭയങ്കരമായിട്ട് ഹീറ്റ് ആയി, സ്മോക്ക് ഒക്കെ വന്നു, DNF ആയിപ്പോയി. ചെറുക്കൻ അൺലക്കിയാണ്. കഴിഞ്ഞ വർഷവും ഇതുപോലെ ഓസ്ട്രേലിയൻ GP-യിൽ കാറ് ക്രാഷ് ആയിപ്പോയായിരുന്നു. അപ്പോൾ നമ്മൾ ഈ റേസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ പിക്ചറിൽ, അതായത് ഫസ്റ്റ് 5-ൽ പിക്ചറിൽ ഇല്ലാത്ത ഒരാളുണ്ട്. പറഞ്ഞ ടോപ്പായിട്ടുള്ള ഒരു വെറ്ററൻ ഡ്രൈവർ മാക്സ് വെർസ്റ്റാപ്പൻ. നമുക്കറിയാം ക്വാളിഫയിങ്ങിൽ പുള്ളി ആ ഒരു ക്രാഷ് കാരണം പുള്ളി റേസ് സ്റ്റാർട്ട് ചെയ്ത് P20 എന്നാണ്. അങ്ങനെ ലാപ്പ് 13 ആയപ്പോൾ മാക്സ് വെർസ്റ്റാപ്പൻ P6 വന്നു. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ അതായത് ചാൾസ് ലെക്ലർക്കും ജോർജും തമ്മിലുള്ള ഈ ഒരു ഫൈറ്റിനിടയിൽ മാക്സ് വെർസ്റ്റാപ്പൻ P20 കിടന്നിട്ട് P6 വരെ എത്തി. പറഞ്ഞാൽ പുള്ളി ആ ഒരു മിറാക്കിൾ, എപ്പോഴാണെങ്കിലും പുള്ളി മിറാക്കിൾ ചെയ്തിരിക്കും. പക്ഷെ ഇതിൻ്റെ ഇടയിൽ ഐസക് ഹഡ്ജാർ ആ ഒരു DNF ആയതിന്റെ സമയത്ത് വീണ് കിട്ടിയ ഒരു അവസരം മെഴ്സിഡസ് 2 കാര് ജോർജ് റസലിനെയും കിമി ആന്റലിനെയും പിറ്റ് ചെയ്തിട്ട് ടയർ ചേഞ്ച് ചെയ്തു. പക്ഷെ ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ആസ്റ്റൺ മാർട്ടിന്റെ കാര്യം ഭയങ്കര ശോകമാണ്. എന്ന് പറഞ്ഞാൽ ഇന്നലെ കിട്ടിയ ഒരു അപ്ഡേറ്റ് അനുസരിച്ചിട്ട് ഫെർണാണ്ടോ അലോൺസോ ഒരു കാര്യം പറഞ്ഞു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഈ കാർ ഓടിക്കുമ്പോൾ ഹോണ്ടയുടെ എഞ്ചിന്റെ വൈബ്രേഷൻ കാരണം സ്റ്റിയറിംഗിലേക്കാണ്. എന്ന് പറഞ്ഞാൽ ഈ വൈബ്രേഷൻ എങ്ങോട്ടേലും പോകണമല്ലോ. ഈ വൈബ്രേഷൻ സ്റ്റിയറിംഗ് വരുന്നതുകൊണ്ട് ഇവര് കുറെ നേരം ഈ സ്റ്റിയറിംഗ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഇവർക്ക് പെർമനന്റ് നെർവ് ഡാമേജ് ഒക്കെ വരുമെന്നാണ് ഫെർണാണ്ടോ അലോൺസോ അഡ്രിയൻ ന്യൂയും പറയുന്നത്. അത് സത്യമായിട്ടുള്ള കാര്യമാണ്. കാരണം ഇന്നലെ ഫ്രീ പ്രാക്ടീസിൽ അവർ കുറച്ച് ലാപ്പേ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഇന്ന് അവര് റേസ് ചെയ്യാൻ കാരണം ഈ റേസ് ചെയ്യാതിരുന്ന എന്തെങ്കിലും പെനാൽറ്റി കാര്യങ്ങളൊക്കെ വരുമെന്ന് വിചാരിച്ചിട്ടാണ് കുറച്ച് ലാപ്പ് മാത്രമേ അവർ ചെയ്തുള്ളൂ. പിന്നെ ഹോണ്ടയുടെ കാര്യം എന്താ പ്രശ്നമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആസ്റ്റൺ മാർട്ടിൻ ഹോണ്ടയുടെ ഡീല് സൈൻ ചെയ്തപ്പം ഹോണ്ട പറഞ്ഞ സ്പെക്ക് പറഞ്ഞ ഒരു എഞ്ചിൻ അഡ്രിയാനോവി വിചാരിച്ച ഒരു എഞ്ചിൻ അല്ല ഈ ഹോണ്ട ബിൽഡ് ചെയ്ത് വിട്ടത്. അതാണ് ഇവിടെ ഒന്ന് പ്രശ്നം. അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹോണ്ട നേരത്തെ റെഡ് ബുള്ളിന് വേണ്ടി ഹോണ്ട എഞ്ചിൻ മാനുഫാക്ചർ ചെയ്തിരുന്ന സമയത്ത് അഡ്രിയാനോവി റെഡ് ബുള്ളിലുണ്ടല്ലോ, ആ സമയത്ത് ഹോണ്ട ബിൽഡ് ചെയ്യുന്ന ഒരു സ്പെക്കിലുള്ള ഒരു എഞ്ചിൻ ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് ഹോണ്ടയിലെ മാനുഫാക്ചറിങ് പ്ലാന്റിൽ പറഞ്ഞാൽ നല്ല എഞ്ചിനീയേഴ്സ് ഉണ്ടായിരുന്നു. റെഡ് ബുള്ളിന്റെ തന്നെ കുറെ എഞ്ചിനീയേഴ്സ് ഉണ്ട്. അപ്പൊ ഈ ആസ്റ്റൺ മാർട്ടിൻ ഹോണ്ടയോട് ഡീല് സൈൻ ചെയ്തപ്പോഴത്തേന് മിക്ക എഞ്ചിനീയേഴ്സ് അവിടുന്ന് പോയി. അപ്പൊ ഇവർക്ക് കിട്ടിയത് വേറൊരു സ്പെക്കുള്ള ഒരു എഞ്ചിനാണ്. അതാണ് പ്രശ്നമായി പോയത്. ആ ലാപ്പ് 18 വാൾട്ടറി ബോട്ടാസും കാഡിലാക്കിന്റെ കാറ് ഇതുപോലെ എന്തോ മെക്കാനിക്കൽ പ്രശ്നം വന്ന് നിന്നുപോയി, DNF ആയി പോയി. കാഡിലാക്ക് ഈ വർഷം പുതിയതായിട്ട് വന്ന ഒരു ടീമാണ്. അവർ ഉപയോഗിക്കുന്ന ഫെറാറിയുടെ എഞ്ചിനും ഗിയർ ബോക്സും ആണ്. നമുക്ക് പറയാൻ പറ്റില്ല, കാരണം ഫെറാറിയുടെ ഈ വർഷത്തെ പേസ് കണ്ടിട്ട് അവരുടെ എഞ്ചിനും ഗിയർ ബോക്സും അടിപൊളിയാന്ന് തോന്നുന്നു. കാഡിലാക്ക് ഒന്നുകൂടെ ട്യൂൺ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ സെറ്റ് ആയിരിക്കും. അതുപോലെ അവരുടെ ഡ്രൈവേഴ്സ് അറിയാലോ, വാൾട്ടറി ബോട്ടാസ്, സെർജിയോ പേരസ്, അടിപൊളി ഡ്രൈവേഴ്സ്, ഒന്നും പറയാനില്ല. അവർ സെറ്റാക്കി എടുത്താൽ മതി. അങ്ങനെ ലാപ്പ് 20 P7 മാക്സ് വെർസ്റ്റാപ്പൻ, P6 60 ലിംലാഡ്. മാക്സ് വെർസ്റ്റാപ്പൻ ലിംലാഡിന്റെ തൊട്ട് പുറകിന് വന്നു, നല്ലൊരു അവസരം കിട്ടി, ഒരു കോർണർ കിട്ടി. മാക്സ് വെർസ്റ്റാപ്പൻ ഓവർടേക്ക് ചെയ്ത് P6 വന്നു. പക്ഷെ ഇതിന്റെ ഇടയിൽ നമ്മൾ കഴിഞ്ഞ സീസണിൽ കാണാത്ത ഒരു കാര്യം കണ്ടു. എന്ന് പറഞ്ഞാൽ ലാപ്പ് 21 കഴിഞ്ഞിട്ട് ലാപ്പ് 28 വരെ ലൂയിസ് ഹാമിൽട്ടൺ ആയിരുന്നു P1 റേസ് ലീഡർ ആയിരുന്നു. കഴിഞ്ഞ വർഷം ലൂയിസ് ഹാമിൽട്ടനെ റേസ് ലീഡറായിട്ടോ അല്ലെങ്കിൽ P3 എങ്ങും കണ്ടിട്ട് പോലും ഇല്ല. അപ്പോൾ ഇത് ഹാമിൽട്ടനെ P1 കണ്ടപ്പോൾ ഒരു സന്തോഷം തോന്നി. പക്ഷെ ഹാമിൽട്ടന് അധിക നേരം P1 തുടരാൻ സാധിച്ചില്ല. തൊട്ടു പുറകിൽ ജോർജ് റസൽ ഉണ്ടായിരുന്നു. 28 ലാപ്പിൽ തന്നെ ജോർജ് റസൽ ഹാമിൽട്ടനെ ഓവർടേക്ക് ചെയ്ത് P1 വന്നു. പക്ഷെ ഇതിലൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് മെഴ്സിഡസിന്റെ ആ ഒരു അണ്ടർകട്ട് പറഞ്ഞാൽ ആ ഒരു കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞില്ല, മെഴ്സിഡസ് 2 പേരെ പിറ്റ് ചെയ്തിട്ട് ടയർ ചെയ്യുന്നു, ആ ടയേഴ്സ് ഇട്ടിട്ട്, അതിന്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. അപ്പൊ ഇത് തന്നെയാണ് മെഴ്സിഡസിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. അവരെ മാനേജ് ചെയ്യുന്ന എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് ഒരു മാനേജിങ് ടീമാണ് മെഴ്സിഡസിനുള്ളത്. ഭയങ്കര സ്ട്രാറ്റജിക് ടീമാണ് മെഴ്സിഡസിന്. അത് മാത്രമല്ല ഈ വർഷത്തെ ഇവരുടെ ഇത് കണ്ടിട്ട് ഒരു റോക്കറ്റ് ഷിപ്പ് അവരുണ്ടാക്കി വെച്ചേക്കുന്നത്. അങ്ങനെ ഇതിന്റെ ഇടയിൽ
ലൂയിസ് ഹാമിൽട്ടനെ ഫെറാറി ബീറ്റ് ചെയ്തു. ഈ ഒരു സമയത്ത് ആന്റണിയിൽ ബീറ്റ് ചെയ്തു. പിന്നെ 58 58 ലാപ്പേ ഉള്ളായിരുന്നു. 58 ലാപ്പ് വരെ ഫസ്റ്റില് ജോർജ് റസൽ, സെക്കൻഡിൽ നമ്മുടെ കിമി ആന്റണിലി, അങ്ങനെ തന്നെ തുടർന്ന് റേസ് അവസാനിച്ചു. പ്രീ സീസൺ ടെസ്റ്റിങ്ങിലും അതേപോലെ തന്നെ പ്രീ പ്രാക്ടീസിലും ഒക്കെ ഫേവറേറ്റ് ആയിരുന്നു. നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ മെഴ്സിഡസ് മെഴ്സിഡസ് P1-ലും P2-ലും ഫിനിഷ് ചെയ്തു. അപ്പോൾ തന്നെ നമ്മുടെ മാൻഡ്രിക് തോത്തോ വോൾഫ് ആ ഒരു ചിരി ഇന്നലെ പറഞ്ഞില്ലേ, ആ സെയിം ചിരി ഇന്നും ചിരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അടിപൊളി ഒരു റേസ് കാണാൻ പറ്റും. പറഞ്ഞാൽ റേസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ചാൾസ് ലെക്ലർക്ക് ജോർജ് റസൽ ഇങ്ങനെ മാറി മാറി നിൽക്കുമായിരുന്നു. അങ്ങനെ ഭയങ്കര ഒരു ഗൂസ് ബംസ് മൊമെന്റ്സ് ഒക്കെ ഉണ്ടായിരുന്ന ഒരു റേസ് ആയിരുന്നു. അങ്ങനെ ഇനി അടുത്ത റേസ് വരുന്നത് ചൈനീസ് ഗ്രാൻഡ് പ്രി ആണ്. അത് മാർച്ച് 15 അപ്പോൾ അതിന്റെ കുറച്ച് വിശേഷങ്ങളുമായിട്ട് അടുത്ത വീക്കിലൊക്കെ നമുക്ക് വരാം. ഇതിനിടയിൽ നമ്മൾ ഫോർമുല 1 പുതിയ സ്പെക്കിനെ കുറിച്ചൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.